നമസ്കാരം, പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആതിര, എന്നോടൊപ്പം ശ്രീലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും വയനാട്ടിലെ ദുരന്തത്തിനെ കുറിച്ചാണ് പറയുന്നത്. അനാസ്ഥ കവർന്ന 3 പ്രാണനികൾ. അപ്പോൾ മൺകുരുതി എന്നുള്ളതാണ് മലയാള മനോരമ പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു ദുരന്തത്തിന്റെ ഒരു വലിയ നേർക്കാഴ്ച, അത് കുറച്ചൊന്ന് ഉള്ളുലയ്ക്കുന്നതാണ്. കൂടുതൽ നാട്ടുകാർ ഉൾപ്പെടെ 19 പേര് മണ്ണിലടിയിൽപ്പെട്ടു. ഇവരിൽ 9 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചു. 7 പേർക്ക് വേണ്ടി തിരച്ചിൽ നടക്കുകയാണ്. അപ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിച്ച് തുരങ്ക നിർമ്മാണം ഉണ്ടായപ്പോൾ പ്രകൃതി നിർമ്മിത ദുരന്തമല്ല, ശരിക്കും മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണെന്നാണ് മുഖ്യമന്ത്രിയും ഇവിടെ വിശദമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2024 ജൂലൈയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം കള്ളാടിയിൽ നിന്ന്, അതായത് ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ച പ്രദേശത്ത് നിന്നും 5 കിലോമീറ്ററും 2019 ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമല 800 മീറ്റർ മാത്രം അകലെയാണ്. എല്ലാം കൂടി ഒരു പ്രദേശത്തെ, അല്ലെങ്കിൽ ഒരു വയനാട് എന്ന് പറയുന്ന ആ ഒരു ജില്ല, അവിടെ ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ഒരു ദുരന്തത്തെ അതിജീവിച്ച ആളുകളാണ്, അല്ലെങ്കിൽ ഒരു ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരാണ്. അവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ടു നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. കണ്ണീർ പുഴ ഒഴുകുന്ന ഒരു വലിയ നേർചിത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. അവരുടെ ആ ഒരു നോവ് ഉണങ്ങും മുമ്പാണ് അടുത്തൊരു അപകടം. നഷ്ടങ്ങൾ നികത്താനാവുന്നതല്ല. ഒരു കുടുംബത്തിലെ ആളുകൾ മരണപ്പെടുമ്പോൾ അതൊരിക്കലും നികത്താൻ പറ്റുന്ന വലിയ നഷ്ടങ്ങൾ തന്നെയാണ് അത് അത്തരത്തിലുള്ള നഷ്ടങ്ങളെ നികത്തി പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് കൂടി അതിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കാത്ത വലിയ വേറൊരു ദുരന്തത്തിലേക്ക് തന്നെയാണ് വയനാടിനെ തള്ളിവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ വെള്ളപ്പാച്ചിൽപ്പെട്ടൊരു ടാങ്കർ ലോറി ആ മണ്ണിടിച്ചിൽ ഒഴുകി വന്നിട്ട് ആ ഒരു ഭാര്യയും ഭർത്താവിനെയും കൂടെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് തന്നെയാണ് മനോരമയിൽ ഇപ്പോൾ അവരുടെ ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചിരുന്നു. അപ്പോൾ ഈ രക്ഷപ്പെടൽ അവിശ്വസനീയം എന്ന് തന്നെയാണ്. കാരണം മരണത്തെ ഓടിത്തോൽപ്പിച്ച ദമ്പതികളാണ് അവര്. ബാങ്കിലേക്ക് പോകാൻ തുരങ്കപാതയ്ക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു ഇവർ. നല്ല മഴ, വലിയ ശബ്ദം, മലയൊന്നാകെ ഇടിഞ്ഞു വരുന്നു. ഞങ്ങൾ കൈ പിടിച്ച് തിരിഞ്ഞോടി. ലോറി കുത്തി ഒലിച്ച് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. കടവുൾ കാത്തു. ഇതാണ് ആ ദമ്പതികൾ പറയുന്നത്. അവരുടെ രക്ഷപ്പെടൽ എന്ന് പറയുന്നത് വലിയ ഒരു അത്ഭുതത്തോടെയാണ് കാണേണ്ടത്. സോഷ്യൽ മീഡിയയിൽ അടക്കം അതിന്റെ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നാണ് ദുരന്ത സ്ഥലം സന്ദർശിക്കുക. അപകടമുണ്ടായിട്ട് മണ്ണ് നീക്കം ചെയ്യാൻ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജൂൺ 20 ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ പിന്നാലെ പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗവും അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്യാൻ കരാറുകാരോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നാണ് കള്ളാടിയിൽ ഉണ്ടായതെന്ന് മന്ത്രി ടി സിദ്ദിഖ് കുറ്റപ്പെടുത്തി. മുൻകൂർ നൽകിയ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും അവഗണിച്ചതായി അപകട കാരണമെന്ന വിലയിരുത്തൽ. ഇതൊക്കെ നിർമ്മാണ കമ്പനി പാലിച്ചില്ല. ഉത്തരവുകളൊന്നും നിർമ്മാണ കമ്പനി പാലിച്ചിട്ടില്ല. അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഈ ഒരു ദുരന്ത വാർത്തയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം. അതാണ് അതുപോലെ തന്നെ ആ ഒരു വാർത്തയോട് തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് മലയിടിച്ചിൽ. മൂന്നാറിൽ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. 3 ദിവസം കൊണ്ട് ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചേക്കുമെന്നുള്ളൊരു വാർത്തയാണ്. അപകടം മുന്നിൽ കാണുമ്പോൾ അതിന് മുന്നേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അല്ലെങ്കിൽ നമുക്കറിയാം, വലിയ ദുരന്തങ്ങളെ അതിജീവിച്ച മനുഷ്യർക്ക് ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള വലിയ കഴിവുകളൊന്നുമില്ല. പക്ഷേ അവിടെ ഉണ്ടായ കുഞ്ഞു കുട്ടികളടക്കം നമ്മൾ കണ്ടതാണ്. ചൂരൽമല അടക്കമുള്ളിടങ്ങളിലെ ഉണ്ടായ വലിയ ദുരന്തത്തിലുണ്ടായ നഷ്ടങ്ങൾ, കുഞ്ഞുങ്ങളടക്കം, അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും കണ്ണുനീർ, കുടുംബത്തിലെ എല്ലാവരും ഇല്ലാതാവുന്ന ഒരു അവസ്ഥ, ഒറ്റ നിമിഷം കൊണ്ട് കണ്ണു തുറക്കുമ്പോൾ ഉണ്ടാക്കിയ എല്ലാം ഒറ്റയടിക്ക് ഒഴുകി പോകുന്ന ഒരു സാഹചര്യം, അത് മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയടിക്ക് ഇല്ലാതാവുന്ന ഒരു കാര്യമാണ് അത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ എടുത്തു പറയുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തിയായിരിക്കും പറയുന്നത്. അവർ നേരത്തെ അതിനുള്ള നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്തിരുന്നു, എന്നിട്ടും അത് പാലിക്കാതിരുന്നതാണ് ഇപ്പൊ ഇത്രയൊരു വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും. അതെ, നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുക. കാരണം നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ ചിലപ്പോൾ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കാറില്ലേ, അത് തന്നെയാണ്. തലനാരിടയ്ക്കായിരിക്കും ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുക. ഇപ്പോഴുണ്ടായ ഈ വലിയൊരു ദുരന്തത്തെ ചിലപ്പോൾ നമുക്ക് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അത് ലംഘിച്ചത് കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ വീണ്ടും
വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് ഉണ്ടാവാൻ പാടില്ല. അത് അധികാരികൾ അതിൽ കണ്ണു തുറക്കണം, അല്ലെങ്കിൽ അധികാരികൾ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും വലിയ രീതിയിൽ ആ കാര്യത്തെ കാര്യഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇല്ലാതാവുന്നത് മനുഷ്യരാണ്, മനുഷ്യ ജീവനുകളാണ്. നമ്മൾ സർക്കാരിനെ മാത്രമല്ല കുറ്റം പറയേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികൾ, ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു കൂട്ട ഉത്തരവാദിത്തമാണ് ഇതിലുണ്ടാവേണ്ടത്. അതില്ലാതാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ ഒറ്റയടിക്ക് ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, അല്ലെങ്കിൽ ഒരു മനുഷ്യവർഗത്തിന് നേരിടേണ്ടി വരുന്നത്. അത് വലിയൊരു തകർച്ചയാണ്. അതിൽ ഇനിയെങ്കിലും ഒരു കരുതലോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. സർക്കാർ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളും ഒക്കെ തന്നാൽ തന്നെ അത് പാലിക്കാനുള്ള മനസ്സ് കാണിക്കണമെന്നാണ്. അതെ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് മനോരമയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കുറച്ച് നാളുകളായി കത്തി നിൽക്കുന്ന ഒരു കേസാണ് ഈ സ്വർണ്ണ കൊള്ളകൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കൊള്ളകൾ നമ്മൾ കേൾക്കാറുണ്ട്. ശബരിമല കൊള്ള, ബദ്രീനാഥ് ക്ഷേത്രത്തിൽ വരെ എത്തിയ കൊള്ള, അതുപോലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേത്, നിരവധിയായിട്ടുള്ളതുണ്ട്. നമുക്ക് കൊള്ളകൾക്ക് യാതൊരു പഞ്ഞമില്ലാത്ത നാടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും അമ്പലം കള്ളന്മാരാണ് മുഴുവനല്ല, ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊള്ളക്കാരെ ട്രസ്റ്റ് അംഗങ്ങളാക്കി എന്നുള്ളതാണ് അയോധ്യ സംഭാവന കൊള്ളയിൽ മുൻ കർസേവകൻ ആരോപിക്കുന്നത്. ഈ കൊള്ളക്കാരെ എല്ലാം ട്രസ്റ്റ് അംഗങ്ങളാക്കിയത് ഡൽഹിയിൽ നിന്നുള്ള തീരുമാനപ്രകാരമാണ്. അവരാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് മറുപടി പറയേണ്ടത്. അപ്പോൾ തുറന്നടിക്കുന്നത് അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയ്ക്കെതിരായ UP പോലീസിന് പരാതി നൽകിയ മുൻ കർസേവകനാണ് ഈ പറയുന്നത് കേട്ടോ. അദ്ദേഹം സന്തോഷ് ദുബൈ എന്ന കർസേവകൻ, അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ട്രസ്റ്റ് പിരിച്ചുവിട്ട് പുതിയ ഭരണ സംവിധാനം വരണം, ശ്രീരാമനെ പണമുണ്ടാക്കാനും വോട്ട് നേടാനുമുള്ള മാർഗമായാണ് വിശ്വ ഹിന്ദു പരിഷത്തും RSSും BJPയും ഉപയോഗിച്ചതെന്നും അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അത് ശരിയാണ്. BJP വെള്ള പൂശുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാൻ BJP വെള്ള പൂശുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാൻ BJPയും RSSും അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയെ വെള്ള പൂശാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. വലിയ ആരോപണങ്ങൾ നിലനിൽക്കെ അതുതന്നെയാണ് യോഗി സർക്കാരിനും മോദി സർക്കാരിനും ഒന്നും പറയാനില്ല. അവർ നിശബ്ദരാണ് വിഷയത്തിൽ. എന്തുകൊണ്ടാണ്? അതായത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക്, അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് യാതൊരു തരത്തിലുമുള്ള പ്രതികരണമില്ല ഈ വിഷയത്തിൽ. എന്തുകൊണ്ടാണ്? ആരാണ് കള്ളന്മാർ? ആരാണ് പിടിയിലാവേണ്ടത്? സത്യം എവിടെ ചെന്ന് നിൽക്കും? എങ്ങനെ പോകും? അതെ, ക്ഷേത്രത്തിന് ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്നും മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം എന്താണ് മൗനം പാലിക്കുന്നതെന്ന് നമുക്ക് മൗനങ്ങൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മാത്രമല്ല. അതെ, മൗനം എപ്പോഴും ചില കള്ളങ്ങളും നുണകളും ഒക്കെ മറച്ചു വെക്കുവാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു സംശയത്തിന്റെ മുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. മൗനം വെടിഞ്ഞ് അദ്ദേഹം പ്രതികരിക്കട്ടെ, എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ മാസപ്പടി കേസിൽ വീണയുടെ സ്വത്ത് വിവരം ED പിണറായിയിൽ. ഇത്രയും ഒരു വലിയൊരു മാസപ്പടി കേസ് മുന്നോട്ട് പോകുമ്പോഴും ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഒളിച്ചു കളിച്ച് നടക്കുകയായിരുന്നു. എന്തായാലും ഇതിനുള്ള പിന്നിലുള്ള വ്യക്തി എന്തായാലും മുന്നോട്ട് എന്തായാലും ED കൊണ്ടുവരും. എന്തായാലും കേസ് അന്വേഷണം എത്തി നിൽക്കുക കഴിഞ്ഞ സർക്കാരിലേക്കും പിണറായി വിജയനിലേക്കും ആയിരിക്കും എന്നുള്ളത് നമുക്കൊരു അറിയാം. കാരണം അങ്ങനെ ആയിരിക്കും. കാരണം അതിനുള്ള തിരക്കഥ നടന്നത് അവിടെ നിയമസഭ, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളും അവിടെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പിണറായിലേക്ക് അല്ലാതെ എവിടെയാണ് ചെന്ന് നിൽക്കുക ഈ അന്വേഷണം? അത് തന്നെ അത് നമുക്ക് മനസ്സിലാകും. അന്വേഷണം തുടരുകയാണ്. ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ? ആരൊക്കെയാവും പ്രതികൾ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയേണ്ട വലിയ കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഇവിടെ നടന്നൊരു വലിയ ഒരു മാസപ്പടി ഇടപാട് വിവാദം, അത് ചർച്ചകളിലടക്കം ഇന്നും തന്നെ ഉണ്ടായിരുന്നു. കോടികളുടെ പണം അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടും ശരിക്കും പിന്നിലുള്ള ആളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് അറിയാത്ത വീണ എന്ന് പറയുന്ന ഒരാളെയാണ് ഇവർ അതായത് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കുന്നത്. അത് ചെയ്ത കുറ്റമാണെങ്കിലല്ലേ നമുക്ക് തെളിവുകൾ സഹിതം അറിയത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഒരു വസ്തുത അതിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ്. അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് നിൽക്കും, എന്താവും, ആരായിരിക്കും പ്രതികൾ എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം. അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞു, മദ്യപിച്ചെന്ന ആരോപണം. ഓപ്പറേഷൻ തൂഫാൻ പോലീസ് സംഘം കസ്റ്റഡിയിൽ. കണ്ടോ, നിയമം പാലിക്കേണ്ട ആൾക്കാർ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു. അതിപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കാണുമ്പോഴും അത്
അത് കണ്ടിട്ടാണെങ്കിലും അത് പരാതി മാതൃകയാകേണ്ടവരാണ്. അതെ, മാതൃകയാകേണ്ടവരാണ് ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഒരു വലിയ സന്ദേശത്തെ വേണ്ടാത്ത രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓപ്പറേഷൻ തൂഫാൻ കൊട്ടിക്കയറുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ ഈ ലഹരിയെ തുടച്ചു നീക്കാൻ സാധിക്കൂ. ഒരു വിഭാഗം വലിയ രീതിയിൽ ഈ ലഹരിയെ തുടച്ചു നീക്കാൻ ഒരു വശത്ത് പ്രയത്നിക്കുമ്പോൾ മറ്റൊരു വശത്ത് ഉദ്യോഗസ്ഥരടക്കം, കഴിഞ്ഞ ദിവസം സൈനികൻ ഉൾപ്പെടെയാണ് ഒരു വനിതാ പോലീസ് അടക്കമുള്ള അല്ലെങ്കിൽ SIU മറ്റുമാണ്, കൃത്യമായി ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ആ ഒരു വലിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഒരു സൈനികനാണ്. രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തെ ഇതിൽ നിന്നൊക്കെ കരകയറ്റേണ്ട ആളുകളാണ്. ഇവർ തന്നെ ഇങ്ങനെ ഒരു മാതൃക കാണിച്ചു നല്ല മാതൃക കാണിച്ചു നൽകേണ്ട സ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം കോടികളുടെ കഞ്ചാവും മയക്കുമരുന്നും കാര്യങ്ങളും ഒക്കെയാണ് പിടിച്ചെടുത്തത്. വലിയ ലഹരി വേട്ട തന്നെയായിരുന്നു നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത്. ഇതിന്റെ അന്തർ സംസ്ഥാന ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം ചെന്നെത്തുന്നു. അല്ലെങ്കിൽ വേരുകൾ പലയിടങ്ങളിലുമുണ്ട്. അതിന് വലിയ സാമ്പത്തിക സഹായങ്ങൾ പലയിടത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണെന്നുള്ള എന്തിനും ഒരു ഉറവിടം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തേണ്ടത്, അത് എവിടെയായിരിക്കും എന്നുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണമാണ്. അത് വലിയ അനിവാര്യതയുള്ള ഒരു കാര്യമാണ്, നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ PSCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്നുമുണ്ട് വാർത്തകൾ. PSC എന്ന് പറയുന്നത് PSCയിലുള്ള, അതായത് വലിയ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ മാർക്കില്ല, ഞങ്ങൾ മാർക്ക് ചെയ്തോളാം. PSCയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതായത് PSCയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇന്ന് അന്വേഷണം പ്രഖ്യാപിക്കാനിരിക്കെ കേട്ടുകേൾവിയില്ലാത്ത ആരോപണങ്ങളാണ് ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ച് ഉയരുന്നത്. അതായത് ഇഷ്ടക്കാരെ നിയമിക്കാൻ കൊട്ടേഷൻ എടുത്ത കമ്മീഷനായി PSC മാറിയെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. അപ്പോൾ ഈ വലിയ പ്രതീക്ഷയാണ് വെച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ പഠനം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഉറക്കമുളച്ചൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളുകൾക്ക് PSCയിൽ ഒരു വിശ്വാസ്യതയുണ്ട്, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ആളുകൾ PSCക്ക് പുറകെ ഓടുന്നത്. അപ്പോൾ അതിനുള്ള അവരുടെ ആ ഒരു വലിയ കഷ്ടപ്പാടുകൾ കാണാതെ പിൻവാതിൽ നിയമനം, അതുപോലെ PSCക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതൊക്കെയാണ്. ശ്രദ്ധിക്കുക: നിയമനങ്ങളിൽ അട്ടിമറി, സ്വജനപക്ഷപാതം, ഇന്റർവ്യൂ ബോർഡിന്റെ ദാനം, ചോദ്യക്കടലാസ് ചോർച്ച, നിയമനത്തിന് വ്യാജരേഖകൾ. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വിശ്വാസ്യതയാണ് ഉദ്യോഗാർത്ഥികൾ PSCയിൽ വെക്കേണ്ടത്? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ പുതിയൊരു തലമുറ ഇവിടെ നിന്നും പെട്ടിയും ബാഗും എടുത്ത് പുറത്തേക്ക് പോകുന്നതിന്റെ അല്ലെങ്കിൽ നാട് വിട്ടോടുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇവിടെ നിന്നാൽ രക്ഷയില്ല എന്നുള്ളത് ആൾക്കാർക്ക് അറിയാം. അതുപോലെ തന്നെ PSC എഴുതി ഒരുപാട് ആൾക്കാർ പരീക്ഷയിൽ കിട്ടിയിട്ട് പോലും ജോലി നിയമനമില്ലാതെ ഇപ്പോഴും ആളുകൾ ഇരിപ്പുണ്ട്. സാധാരണ ജോലികൾക്ക് പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുവാനും അല്ലെങ്കിൽ മറ്റ് ഒരു ജോലിയും ചെറുതല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യമുണ്ട്. പക്ഷേ അത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചിരുന്ന് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്ന അല്ലെങ്കിൽ നിയമനം ലഭിക്കാതെ വരുന്ന ആളുകളാണ് ഈ ജോലികൾക്ക് പോകുന്നത് എന്നുള്ളതാണ് അതിനകത്തെ ഒരു യാഥാർത്ഥ്യം, വിഷമിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് തന്നെ അതിനെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നീറ്റ് പരീക്ഷയിലാണെങ്കിലും ഇഷ്ടംപോലെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ 25 ലക്ഷത്തിലധികം, കൃത്യമായ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 25 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് PSC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, 25 ലക്ഷം എന്ന് പറയുമ്പോൾ ഓക്കെ, അത്രയും ഇല്ല, ശരി, അത്രയും ആളുകൾ വരുന്നില്ല എന്ന് തന്നെ ധരിക്കുക. എന്നാലും ഒരു മനുഷ്യന്റെ എങ്കിലും ഒരു വലിയ പ്രതീക്ഷയല്ലേ അവിടെ കെടുന്നത്, ആ ഒരു വെളിച്ചമാണ് അവിടെ കെടുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇടപെടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സർക്കാരിന് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നടപടി നയം അതിൽ രൂപീകരിക്കുക, അല്ലെങ്കിൽ അത് PSC എന്ന് പറയുന്ന ഒരു വലിയ തൊഴിൽദാതാവാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ PSCയുടെ വലിയ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ അത് വലിയ രീതിയിൽ സർക്കാരിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അതിലൊരു കൃത്യമായ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ തരത്തിലുള്ളൊരു നയം രൂപീകരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വ്യവസായം നഷ്ടം നേരിടുന്നതായി ചൂണ്ടിക്കാട്ടി ബുധനാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഏത് രീതിയിലുള്ള മാറ്റമാണ് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ് അവർ ഇതിനകത്ത് പറയുന്നത്. നമ്മുടെ പ്രിയദർശിനി വന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ തിരിച്ചടിയാണത് സ്വകാര്യ ബസ്സുകൾ ഇപ്പം നേരിടുന്നത്. ശരിക്കും അത് ഇപ്പം വലിയ ശമ്പളം അല്ലെങ്കിൽ സർക്കാർ ജോലി ഉള്ളവരൊക്കെയാണ് ഇപ്പം പ്രിയദർശിനിയിൽ കയറുന്നതും അവർക്കാണ് കൂടുതലും ആനുകൂല്യമൊക്കെ ലഭിക്കുന്നത്. സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടേണ്ട ഓരോ ആനുകൂല്യവുമാണ് ഇവർക്കെല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അർഹതയുള്ളവരിലേക്കാണ് എപ്പോഴും ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഒക്കെ ലഭിക്കേണ്ടത്. അതിപ്പോൾ സർക്കാർ ജോലിയുള്ള സ്ത്രീകളും അല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾ, വിദ്യാർത്ഥികളൊക്കെ കയറുന്ന KSRTCയിൽ സൗജന്യം ലഭിക്കേണ്ടത് അവർക്കാണ്. ഒന്നെങ്കിൽ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കുക, ഇല്ലെങ്കിൽ അത് വയോജനങ്ങൾക്കും അംഗപരിമിതർ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി നടപ്പിലാക്കുക. ഇതൊരുമാതിരി കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ചെയ്തിട്ട്
പോയിട്ട് ഒടുവിൽ ഇത് അവിടെയും ഇവിടെയും എത്താതെ അവസാനം പ്രൈവറ്റ് ബസ്സുകാരുടെ വലിയ ഒരു കഞ്ഞിയിലാണ് പാറ്റ വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രിയദർശിനി വലിയ പണിയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ സൗജന്യ യാത്ര ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം സ്ത്രീകളെ മാത്രമല്ല ഇപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഒരുപാട് പുരുഷന്മാരിലും ഉണ്ട്. ഒരുപാട് സാധാരണ കുടുംബത്തിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾക്ക് പ്രൈവറ്റ് ബസ് ഒരു സൗകര്യമുള്ളൂ, പെൺകുട്ടികൾക്ക് പ്രിയദർശിനി ഉണ്ട്, അതും സൗജന്യ യാത്രയിൽ. ഇതിൽ ആൺകുട്ടികൾ എന്ത് ചെയ്യും? അതൊരു വലിയ ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരിൽ കണ്ട ഒരു കാഴ്ചയാണ് അതിര. കാരണം പ്രൈവറ്റ് ബസ്സിൽ കയറുവാനായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബസ്സാണ്. കണ്ടക്ടറിന്റെ മുന്നിൽ വണ്ടിയിൽ കയറിക്കോട്ടെ എന്ന് ചോദിക്കുവാനായിട്ട് കാത്തു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. അവരല്പം നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാഴ്ചയാണ്, ഞങ്ങളൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിക്കാനായിട്ട്. കാരണം കണ്ടക്ടർ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അതൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ, സമത്വം എന്ന് പറയുന്നത് എന്താണ്? അത് തുല്യത. അത് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ഒരു വിഭാഗത്തിന് തുല്യതയും അടുത്ത വിഭാഗത്തിന് ഒരു അല്പം എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൊടുക്കുന്നതിൽ എവിടെയാണ് നമുക്ക് തുല്യത കണ്ടെത്താൻ സാധിക്കുന്നത്? അതൊരിക്കലും സമത്വമല്ല, തുല്യതയല്ല. അതിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും, അറിയില്ല. ആവശ്യമുള്ളവരിലേക്ക് ഈ ഒരു ഇത് എത്തണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് മുഖ്യമന്ത്രി വീണ്ടും ചർച്ച ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതിന് അനുകൂലിക്കുന്നവര് കാണും കേട്ടോ. ഒരു കാര്യത്തിൽ എപ്പോഴും ഒരു അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ സമൂഹത്തിൽ, സ്വാഭാവികം. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിൽ പരം അത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ കൂട്ടപ്പിരിച്ചുവിടൽ ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നലെയല്ല, കുറച്ച് ദിവസമായിട്ടുണ്ട്. ധാരണകൾ പാലിക്കാതെ കോറോ ഹെൽത്ത്. നമുക്കറിയാം, തൊഴിൽ മന്ത്രിയുമായി കമ്പനി നടത്തിയ അല്ലെങ്കിൽ കമ്പനി പ്രതിനിധികൾ നടത്തിയ ചർച്ച വെള്ളിയാഴ്ചയാണ് ചർച്ച. അപ്പൊ ആ ചർച്ച നടത്തുന്നത് വരെ ഇവർക്ക് ഓഫീസിൽ കയറാം എന്ന് പ്രവേശിക്കാം എന്നൊരു ധാരണയായെന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നത്. പക്ഷേ സാധ്യമല്ല. അവിടെ ജോലിക്കാർ ചെന്ന സമയത്ത് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്, ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അടുത്ത ദിവസത്തെ ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ തേടുമെന്ന കാര്യമാണ് ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണ പറയുന്നത്. അത് കുറച്ചൊരല്പം കൂടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് 800-ലധികം ആളുകളെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഒരു നോട്ടീസ് പോലും നൽകാതെ, ഒരു തരത്തിലുള്ള അറിയിപ്പുകൾ നൽകാതെയാണ് ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ളൊരു നടപടി. അത് ഒരുപാട് ആളുകളുടെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ആളുകളെ കൊണ്ടെത്തിച്ചതെന്നുള്ളതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളും മുന്നിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ കാണാൻ തൊഴിൽ. പക്ഷെ ഒരു മാസത്തെ സാലറി ഇല്ലെങ്കിൽ തകരാറിലാവുന്ന അല്ലെങ്കിൽ തകർന്നു വീഴുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത് സർക്കാർ കാണാതെ പോകരുത്. പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളല്ല, പറ്റുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക. അതിപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ തേടിയിട്ടാണെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അത് അങ്ങനെ, എങ്ങനെയാണെങ്കിലും അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വാർത്തയിൽ പറയാനുള്ളത്. അതുപോലെ വേറൊരു വാർത്തയാണ്, ഭാര്യയുമായി തർക്കം, യുവാവ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഇപ്പൊ കൂടുതലായിട്ടും അത് ഇവര് കുറെ നാളുകളായിട്ട് വാക്ക് തർക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുടുംബജീവിതത്തില് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒന്ന് സോൾവ് ചെയ്യാവുന്ന പ്രശ്നം മാത്രം മനസ്സിലാക്കി രണ്ടുപേരും വലിയ സത്യസന്ധമായി സ്നേഹിച്ചാൽ ഒരു കുടുംബം വൃത്തിയായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ ഈ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുടുംബങ്ങൾ തകരാനുള്ള ഏറ്റവും വലിയ കാരണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു വിശ്വാസം പോയി കഴിഞ്ഞാൽ അത് പോയതാണ്. ഇതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. രണ്ടുപേരുടെയും കയ്യിലുള്ള പണം വെച്ച്, എന്ന് വെച്ചാൽ കയ്യിലുള്ളതുപോലെ സന്തോഷകരമായി ജീവിക്കാൻ രണ്ടുപേരും തയ്യാറാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കുടുംബജീവിതമായിരിക്കും ലഭിക്കുക. അതല്ലാതെ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുമ്പോൾ രണ്ടുപേർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർ പോയി നമുക്കും പോകണം എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രണ്ടുപേർക്കും സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ ജീവിച്ചു പോവുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തേക്ക് അവിഹിതം എന്ന് പറയുന്ന ഒരു വലിയ വിഷം കൊണ്ട് എത്തിക്കാതിരിക്കുക. പരസ്പരം സ്നേഹിച്ച് ധാരണയിലൂടെ മുന്നോട്ട് പോയാൽ ഒരു കുടുംബജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിനകത്ത്. വിശ്വാസ വഞ്ചന കാണിക്കുമ്പോഴാണ് ഓരോ മനുഷ്യരുടെയും മനസ്സ് കത്തി അമരുന്നത്. അത് ഒരു ജീവിതം ഇല്ലാതാവാൻ അവിഹിതം എന്ന് പറയുന്ന ഒരു വലിയ വിഷമുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ജീവിതത്തിലേക്ക് ഒരിക്കലും അത് എത്തിക്കാതിരിക്കുക. ഉള്ളതിൽ സന്തോഷിച്ച് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക. അതൊരു വലിയ സന്ദേശം തന്നെയാണ് ആതിര. ഇന്ന് നമുക്കതാണ് ഒരു സന്ദേശമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള വലിയ സന്ദേശമാണ് അത്. അത് തന്നെയാണ് പറയാനുള്ളത്. ജീവിതത്തിന്റെ ഒരു വലിയ ഒരു ചെറിയ ജീവിതമാണ് മനുഷ്യൻ്റെത്. അതുകൊണ്ട് തന്നെ ആ ചെറിയ ജീവിതം പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അതിലെ പണമോ അല്ലെങ്കിൽ മറ്റു പ്രതാപങ്ങളോ ഒന്നും വരില്ല. സ്നേഹത്തോളം വിലയുള്ളതായിട്ട് മറ്റൊന്നുമില്ല. പൊന്നിന്റെ വിലയാണ് സ്നേഹത്തിനെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മറ്റൊരു വാർത്ത കൂടി നോക്കാനുണ്ട് കേട്ടോ. ഈ PSC അതുപോലെ തന്നെ വിഴിഞ്ഞം ചർച്ചകൾ. അപ്പോൾ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം PSC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ക്രമക്കേട്
പിന്നീട് വിശദമായി ചർച്ച ചെയ്യും. അന്വേഷണം സംബന്ധിച്ച് തീരുമാനമെടുക്കും. അപ്പോൾ വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. PSCയുടെ പരീക്ഷ നടത്തിപ്പിലും നിയമനങ്ങളിലുമൊക്കെ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടായ ഒരു പരാതികളൊക്കെ വലിയ രീതിയിൽ ഉയർന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. അപ്പോൾ അന്വേഷണം വിജിലൻസ് സംഘത്തിന് ആണ് അന്വേഷണം. വിജിലൻസ് അന്വേഷിക്കും. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടും വാർത്തകളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വാർത്തകളുമുണ്ട്. അതും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഒക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതലും ഈ ഒരു വയനാട്ടിലെ കാര്യങ്ങളാണ് മിക്ക പത്രങ്ങളിലും അകത്തും പുറത്തുമായിട്ടെല്ലാം വന്നിരിക്കുന്നത്. ചിത്രങ്ങളോടൊപ്പം വലിയ വാർത്തകൾ, അത് ദുരന്ത വാർത്തകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നമ്മുടെ ഉള്ളിടിഞ്ഞു വീഴുമല്ലോ, അത് തന്നെയാണ് എല്ലാ പത്രങ്ങളിലും. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് നൽകിയിട്ടുള്ളത്. ഇതുപോലെ ഒരു ദുരന്തം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അടുത്ത നമുക്ക് സ്പോർട്സ് വാർത്തയിലേക്ക് പോകാം. അവിശ്വസനീയം അർജന്റീനയുടെ തിരിച്ചുവരവ്. ഈജിപ്തിനെതിരെ 78-ാം മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിലായതിനു ശേഷം 3 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിൽ. മെസ്സി ഈ ലോകകപ്പിലെ 8ാമത്തെയും ലോകകപ്പിലെ 21ാമത്തെ ഗോളും നേടി. അതുപോലെ ലോകകപ്പില്ലാതെ ക്രിസ്ത്യാനോ 6 ലോകകപ്പുകളിൽ കളിക്കുകയും ഗോളടിക്കുകയും ചെയ്ത ഇതിഹാസ താരമായിട്ടും നേട്ടങ്ങളുടെ പട്ടികയിൽ ഒരു ലോകകപ്പ് എഴുതി ചേർക്കാനാവാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങി. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു വീഡിയോ വൈറലായിരുന്നു. അദ്ദേഹം ഭയങ്കര കണ്ണീരോടെയാണ് വിട പറഞ്ഞത്. അതുപോലെ സഹതാരങ്ങളൊക്കെയാണ് ചേർത്ത് ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്തത്. നെയ്മറിനും ഇതേ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വയനാട്ടിലെ വലിയ ഒരു ദുരന്തം, അതുപോലെ തന്നെ PSCയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്ത, അതുപോലെ തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. മന്ത്രിസഭാ യോഗം ചേരുന്നു. ആ ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ PSC ആണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ബസിന്റെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പ്രിയദർശിനി നൽകിയ വലിയൊരു പണി, പ്രിയദർശിനി കാരണം ഇല്ലാതായ വലിയൊരു വരുമാന ചോർച്ച, അത് സ്വകാര്യ ബസിന്റെ ഒരു വലിയ വരുമാന നഷ്ടത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ പറയുകയുണ്ടായി. അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മലയിടിച്ചിൽ മൂന്നാറിൽ, അത് ആദ്യം പറഞ്ഞ, അതായത് വയനാട് ദുരന്തമായിട്ട് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ്. അത് മനുഷ്യനിർമ്മിതം തന്നെയാണ്. വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ ശരിയാണ്. കാരണം നമുക്ക് ഒരല്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്ന ഒരു വലിയ ദുരന്തമാണ്. നമ്മൾ വിളിച്ചു വരുത്തിയ ദുരന്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുത്തരവാദിത്തമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും, അല്ലെങ്കിൽ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾക്കും അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ളൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ. നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുകയും വേണം. കൂട്ടപ്പിരിച്ചുവിടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്തു. കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രഭാതത്തിൽ 800ഓളം ആളുകൾക്ക് ജോലി പോയി. ഒരു നോട്ടീസ് പോലും നൽകാതെ, ഒരു അറിയിപ്പ് പോലും ഇല്ല. നമുക്കറിയാം, കഷ്ടപ്പെട്ട് നേടുന്ന ഒരു ജോലി ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, വരുമാനം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന കുടുംബത്തിന്റെ അവസ്ഥകൾ, അതൊക്കെ അത് അനുഭവിച്ച ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഈ വിദേശത്തേക്ക് പറക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കാറില്ല. വലിയ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്നത്? ഇവിടെ ഇതാണ് അവസ്ഥ. വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ് PSCയുടേത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത്തരത്തിൽ പെട്ടെന്നൊരു ദിവസം പിരിച്ചുവിടലുണ്ടാകുന്നു. എന്ത് വിശ്വസിച്ചാണ് നാട്ടിൽ നിൽക്കുക? രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ആളുകൾ പഠിച്ച് ജോലി നേടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ആ ഒരു ആളുടെയും അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെയും ഒക്കെ വലിയ രക്ഷയാണ്, അല്ലെങ്കിൽ വലിയൊരു സമാധാനമാണ്. അതില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിച്ചവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ സംസ്ഥാന സർക്കാരിന് സാധിക്കുമെങ്കിൽ നടപടി സ്വീകരിക്കുക. അതുമല്ലെങ്കിൽ മന്ത്രി പറയുകയുണ്ടായി കേന്ദ്രത്തിന്റെ ഒരു സഹായം തേടുമെന്ന്. ഇനി അതാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നയപരമായ നടപടി, കൃത്യമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് മാത്രമേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത വാർത്തയുമായി നാളെ കാണാം. നന്ദി.